നമസ്കാരം. പ്രധാന വാർത്തകൾ. പരമ്പരാഗത വ്യവസായങ്ങൾ സർക്കാർ സംരക്ഷിക്കുമെന്ന് മന്ത്രി എം.ബി. രാജേഷ്. പാലക്കാട്ട് ഖാദി ഓണം മേളയ്ക്ക് തുടക്കം. ഖാദി വസ്ത്രങ്ങൾക്ക് 30% വരെ കിഴിവും സമ്മാനങ്ങളും. തൃശൂർ നഗരത്തെ ലഹരി മുക്തമാക്കാൻ നിശ്ചയദാർഢ്യത്തോടെ എക്സൈസ്. ശക്തമായ നടപടികളുമായി റേഞ്ച് എക്സൈസ് ഓഫീസ്. ദിവാൻജി മൂലയിൽ നിന്ന് പിടിച്ചെടുത്തത് ചാക്കുകണക്കിന് നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ. വിൽപ്പനക്കാരനും പിടിയിൽ. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ നടന്നത് വ്യാപക ലഹരി വേട്ട. ട്രെയിനിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങളും മൊബൈൽ ഫോണും കവർന്ന പ്രതി ഷൊർണൂർ റെയിൽവേ പോലീസിന്റെ പിടിയിൽ. പൈങ്കുളം റെയിൽവേ മേൽപ്പാലത്തിന് പച്ചക്കൊടി. ഭൂമി ഏറ്റെടുക്കൽ നടപടിക്കായി 13,32 ലക്ഷം രൂപ അനുവദിച്ചതായി കെ രാധാകൃഷ്ണൻ MP. 423 മീറ്റർ നീളമുള്ള ROBയുടെ നിർമ്മാണ ചുമതല കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്. ക്രൈസ്തവ സമൂഹത്തിന്റെ സേവനങ്ങൾ ഏറെ ശ്ലാഘനീയമെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനകൾ അതുല്യം. കോട്ടായിയിൽ CPIM കുടുംബസംഗമം. ഷെയർ മാർക്കറ്റ് തട്ടിപ്പ് കേസിലെ പ്രതി ചെറുതുരുത്തി പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് പൈങ്കുളം ആലുംകുന്ന് മണിക്കത്തൊളി വീട്ടിൽ റജിൽ. ഷെയർ മാർക്കറ്റിന്റെ പേരിൽ പ്രതി 1 കോടി രൂപയോളം തട്ടിയെടുത്തിട്ടുണ്ടെന്ന് പോലീസ്. സഹകരണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര നയങ്ങൾ പിൻവലിക്കണമെന്ന് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU. ഒറ്റപ്പാലത്ത് യൂണിയൻ ഏരിയ സമ്മേളനം. കേന്ദ്ര നയങ്ങൾക്കെതിരെ പോരാടാൻ ആഹ്വാനം. വാർത്തകൾ വിശദമായി. പരമ്പരാഗത വ്യവസായങ്ങളുടെ സംരക്ഷണത്തിന് സംസ്ഥാന സർക്കാർ വലിയ പരിഗണന നൽകുന്നുണ്ടെന്ന് മന്ത്രി എം.ബി. രാജേഷ്. ഓണം ഖാദി മേളയുടെ പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇവിടുത്തെ ജീവനക്കാർക്കെല്ലാം അറിയാം. സ്ഥിരം കഴിഞ്ഞ 3-4 വർഷമായിട്ട് അങ്ങനെ വരാൻ പറ്റാത്തത് ബാക്കി എൻ്റെ ഓണം പർച്ചേസ് മുഴുവൻ ഇടുന്ന പരമ്പരാഗതമായി ഒരു യൂണിഫോമായിട്ട് ഉപയോഗിച്ച് വന്ന ആളുകൾ ഇപ്പോൾ അതിൽ നിന്ന് അകലുന്നുണ്ട്. അവരെ പിടിച്ചു നിർത്തുക എന്നുള്ളത് ഖാദിയുടെ വലിയ വിപണി അതായിരുന്നു. MLA പറഞ്ഞു ദേശീയ പ്രസ്ഥാന കാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ മെമ്പർഷിപ്പ് കിട്ടാനുള്ള ഒരു മാനദണ്ഡം ഖാദി ധരിക്കണം എന്നുള്ളതായിരുന്നു. കേരളത്തിലെ പ്രധാന പരമ്പരാഗത വ്യവസായമാണ് ഖാദി. 12,000 കുടുംബങ്ങളുടെ ഉപജീവന മാർഗമാണിത്. ആധുനിക സാങ്കേതികവിദ്യയും പുതിയ വ്യവസായങ്ങളും ഉൽപ്പന്നങ്ങളും വരുമ്പോൾ പ്രതിസന്ധി നേരിടാറുണ്ടെന്നും സർക്കാരിൻ്റെ വലിയ പിന്തുണയോടെയാണ് പരമ്പരാഗത വ്യവസായങ്ങൾ നിലനിന്ന് പോരുന്നതെന്നും മന്ത്രി പറഞ്ഞു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ ആദ്യ വിൽപ്പന നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ സമ്മാന കൂപ്പൺ പ്രകാശനം ചെയ്തു. ഖാദി ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന കോട്ടമൈതാനത്തെ AC ഷോറൂം, ഖാദി ഗ്രാമസൗഭാഗ്യ പാലക്കാട് ടൗൺ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ്, തൃത്താല, കുമ്പിടി, കൊല്ലങ്കോട് എന്നിവിടങ്ങളിലുള്ള ഖാദി ഷോറൂമുകളിലും മണ്ണൂർ, ശ്രീകൃഷ്ണപുരം, പട്ടഞ്ചേരി, കളപ്പെട്ടി, വിളയോടി, എലപ്പുള്ളി, കിഴക്കഞ്ചേരി, മലക്കുളം, ചിതലി എന്നീ ഗ്രാമസൗഭാഗ്യങ്ങളിലും മൊബൈൽ സെയിൽസ് വാനിലും പ്രത്യേക മേളകൾ നടക്കും. മേളയുടെ ഭാഗമായി എല്ലാ വിൽപ്പനശാലകളിലും ഖാദി, കോട്ടൺ, സിൽക്ക്, മനില, ഷർട്ടിംഗ് എന്നീ തുണിത്തരങ്ങൾ, തേൻ ഉൾപ്പെടെ മറ്റ് ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങൾ എന്നിവയും ലഭിക്കും. മേളയിൽ ഖാദി വസ്ത്രങ്ങൾക്ക് 30% വരെ ഗവൺമെൻറ് റിബേറ്റും സമ്മാനങ്ങളും സർക്കാർ, അർദ്ധ സർക്കാർ ജീവനക്കാർക്ക് 1 ലക്ഷം രൂപ വരെ ക്രെഡിറ്റ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ കാര്യാലയ അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷെയർ മാർക്കറ്റ് തട്ടിപ്പ് കേസിലെ പ്രതിയെ ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. ചെറുതുരുത്തി പൈങ്കുളം റോഡ് ആലുംകുന്നിന് സമീപം താമസിക്കുന്ന മണിക്കത്തൊടി വീട്ടിൽ റജിലാണ് പോലീസിന്റെ പിടിയിലായത്. 1 കോടി രൂപയാണ് വിവിധ ഇടങ്ങളിൽ നിന്നായി ഷെയർ മാർക്കറ്റിന്റെ പേരിൽ തട്ടിയെടുത്തത്. പണം നഷ്ടപ്പെട്ട നിരവധി പേർ പരാതിയുമായി രംഗത്തെത്തി. താൻ ഷെയർ മാർക്കറ്റിലെ രജിസ്റ്റേർഡ് ബ്രോക്കറാണെന്ന് നിക്ഷേപരെ പറഞ്ഞു വിശ്വസിപ്പിച്ചാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത്. പണം നഷ്ടപ്പെട്ട നിരവധി പേർ പരാതിയുമായി രംഗത്ത് എത്തിയതോടെയാണ് തട്ടിപ്പിന്റെ വ്യാപ്തി പുറത്തറിയുന്നത്. വൻതുക നഷ്ടപ്പെട്ട പ്രവാസി രാജേഷിന്റെ ഭാര്യ വാനയംകുളം സ്വദേശിനി രേഷ്മ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്നലെയാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. രേഷ്മയുടെ ഭർത്താവായ രാജേഷിന്റെ അക്കൗണ്ടിൽ നിന്ന് മാത്രം 37,30,500 രൂപയാണ് റജിലാൽ കയ്യിലാക്കിയത്. ഈ വർഷം ജനുവരി 15-നും മാർച്ച് 18-നും ഇടയിലുള്ള കാലയളവിലാണ് തട്ടിപ്പ് നടന്നത്. ഫെഡറൽ ബാങ്കിലെ NRI അക്കൗണ്ട് ഉൾപ്പെടെ വഴിയാണ് പണം കൈമാറ്റം ചെയ്തത്. പരാതിക്കാരിയുടെ ഭർത്താവിന് പുറമെ ദേശമംഗലം സ്വദേശിയായ കിരണിയിൽ നിന്നും 8 ലക്ഷം രൂപയും, കുളപ്പുള്ളി സ്വദേശി നിമിഷയിൽ നിന്ന് 8 ലക്ഷം രൂപയും, പ്രവാസിയായ സതീഷിൽ നിന്ന് 15 ലക്ഷം രൂപയും,
ദേശമംഗലം സ്വദേശികളായ അക്ഷയിൽ നിന്ന് 5,71,000 രൂപയും സുമേഷിൽ നിന്ന് 14,50,000 രൂപയും പൈങ്കുളം സ്വദേശി സന്ദീപിൽ നിന്ന് 5 ലക്ഷം രൂപയും പാഞ്ഞാൽ സ്വദേശി ശ്യാംകുമാറിൽ നിന്ന് 5 ലക്ഷം രൂപയും ഇയാൾ തട്ടിയെടുത്തതായി പരാതിയിൽ പറയുന്നു. ഇവരുടെ പരാതി അനുസരിച്ച് പലരിൽ നിന്നായി ഏകദേശം 1 കോടിയോളം രൂപയാണ് പ്രതി കൈവശപ്പെടുത്തിയത്. വൻതുക നിക്ഷേപിച്ചിട്ടും വാഗ്ദാനം ചെയ്ത ലാഭവിഹിതമോ നിക്ഷേപിച്ച മുതലോ തിരികെ ലഭിക്കാതെ വന്നതോടെയാണ് നിക്ഷേപകർ വഞ്ചിക്കപ്പെട്ട വിവരം തിരിച്ചറിയുന്നത്. പരാതിക്കാർക്ക് പുറമെ മറ്റനേകം പേരിൽ നിന്നും ഇയാൾ ശതകോടികളുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. ഇയാളുടെ ഫോൺ കോളുകൾ ഉൾപ്പെടെ പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. പണം നഷ്ടപ്പെട്ട കൂടുതൽ ആളുകൾ പോലീസിനെ സമീപിക്കാനിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ക്രിസ്തീയ സമൂഹത്തിന്റെ സേവനം ഏറെ ശ്ലാഘനീയമെന്ന് CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു കോട്ടായിൽ സംഘടിപ്പിച്ച CPIM കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രസംഗത്തിൽ ദേവദാസ് CPIMന്റെ സംഘടനാ സംവിധാനങ്ങളെക്കുറിച്ച് ഇവിടെ ഇതിനോട് മുമ്പ് സൂചിപ്പിച്ചു. സ്വാഭാവികമായും ഈ പഞ്ചായത്തിൽ ഏറ്റവും നല്ല കരുത്തുള്ളൊരു പാർട്ടിയാണ് CPIM. അതുകൊണ്ടാണ് കഴിഞ്ഞ 40-45 വർഷമായി CPIM തന്നെ ഈ പഞ്ചായത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. താഴെത്തട്ടിൽ നല്ല ജനപിന്തുണ CPIM-നുണ്ട്. ഇവിടെ ഇപ്പോൾ 1-ാം വാർഡ് 2-ാം വാർഡ് കോൺഗ്രസും 2-ാം വാർഡ് ഞങ്ങളും 3-ാം വാർഡ് കോൺഗ്രസും കഴിഞ്ഞിട്ടുണ്ട്. KG ബാബു അധ്യക്ഷത വഹിച്ചു. CPIM കുഴൽമന്ദം ഏരിയ സെക്രട്ടറി A അനിതാനന്ദൻ, കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ്, CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KP രവീന്ദ്രൻ, പഞ്ചായത്ത് പ്രസിഡന്റ് S സതീഷ്, R ലത, TC കുഞ്ഞുമോൾ എന്നിവർ സംസാരിച്ചു. നൗഫൽ ഓതറോട് സ്വാഗതവും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. തൃശൂർ നഗരത്തെ ലഹരി മുക്തമാക്കാൻ നിശ്ചയദാർഢ്യത്തോടെ എക്സൈസ്. തൃശൂർ റേഞ്ച് എക്സൈസ് ഓഫീസ് ലഹരിക്കെതിരെ ശക്തമായ പോരാട്ടം തുടരുകയാണ്. റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ ദിവാൻജി മൂലയിൽ നിന്ന് ചാക്ക് കണക്കിന് ലഹരി ഉൽപ്പന്നങ്ങളും വിൽപ്പനക്കാരനെയും അധികൃതർ പിടികൂടി. വിമുക്തി മിഷന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിവിധ മേഖലകളിൽ നടത്തുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാറുകളിൽ നിന്നും കൗൺസിലിംഗുകളിൽ നിന്നും കിട്ടുന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ദിവാൻജി മൂലയിൽ നിന്ന് ചാക്ക് കണക്കിന് നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളും വിൽപ്പനക്കാരനെയും എക്സൈസ് പിടികൂടി. ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നവരെ അന്വേഷിച്ച് ഉടൻ കണ്ടെത്തുമെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. 2 ആഴ്ച മുമ്പ് 3.5 കിലോ കഞ്ചാവ്, 3 ദിവസം മുമ്പ് പോസ്റ്റ് ഓഫീസ് റോഡിൽ നിന്ന് 5 കിലോ കഞ്ചാവ്, ഡ്രൈഡേ ദിനത്തിൽ 100ഓളം കുപ്പി മാഹി മദ്യം എന്നിവയും തൃശൂർ എക്സൈസ് പിടിച്ചെടുത്തിരുന്നു. ഇപ്പറഞ്ഞ സംഭവങ്ങളിൽ പ്രതികൾ റിമാൻഡിലാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ജനങ്ങളുടെ നീണ്ടകാല കാത്തിരിപ്പിനൊടുവിൽ പൈങ്കുളം റെയിൽവേ മേൽപ്പാലത്തിന് പച്ചക്കൊടി. റെയിൽവേ മേൽപ്പാലത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നതിനായി 13,32,00,000 രൂപ അനുവദിച്ചതായും കെ രാധാകൃഷ്ണൻ MP പറഞ്ഞു. 423 മീറ്റർ നീളം വരുന്ന പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് നിർവഹിക്കുക. മേൽപ്പാലം നിർമ്മിക്കുന്നതിന് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയായാലുടൻ മേൽപ്പാല നിർമ്മാണത്തിനുള്ള കരാർ നൽകി പണി ആരംഭിക്കുമെന്നും MP അറിയിച്ചു. ചെറുതുരുത്തി പൈങ്കുളം ചേലക്കര റോഡിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി പൈങ്കുളം റെയിൽവേ ഗേറ്റിനു പകരമാണ് മേൽപ്പാലം നിർമ്മിക്കുന്നത്. മേൽപ്പാലത്തിന്റെ ജനറൽ അറേഞ്ച്മെന്റ് ഡ്രോയിങ്ങിന് നേരത്തെ റെയിൽവേയുടെ അംഗീകാരം ലഭിച്ചിരുന്നു. പദ്ധതിയുടെ നിർവഹണം ഏറ്റെടുത്തിട്ടുള്ളത് സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെയും സംയുക്ത സംരംഭമായ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ്. ഷൊർണൂരിനും വള്ളത്തോൾ നഗറിനും ഇടയിൽ പുതിയതായി നിർമ്മിക്കുന്ന റെയിൽവേ ട്രാക്കുകൾക്ക് തടസ്സം വരാത്ത രീതിയിലാണ് മേൽപ്പാലത്തിന്റെ രൂപരേഖ. സാമൂഹ്യാഘാതം പരമാവധി കുറച്ചും നിലവിലുള്ള റോഡിലെ അപകടകരമായ വളവുകൾ ഒഴിവാക്കിയുമാണ് മേൽപ്പാലത്തിന്റെ രൂപരേഖ തയ്യാറാക്കിയിട്ടുള്ളത്. 423 മീറ്ററാണ് മേൽപ്പാലത്തിന്റെ ആകെ നീളം. സ്ഥലം ഏറ്റെടുക്കൽ പൂർത്തിയായാൽ 15 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിക്കാൻ MP ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. സഹകരണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര നയങ്ങൾ പിൻവലിക്കണമെന്ന് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU ഒറ്റപ്പാലം ഏരിയ സമ്മേളനം ആഹ്വാനം ചെയ്തു. CITU പാലക്കാട് ജില്ലാ പ്രസിഡന്റ് PN മോഹനൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ
തുറമുഖങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ, എയർപോർട്ടുകൾ ഉൾപ്പെടെ ഇല്ലേ? വിമാന സർവീസുകൾ കച്ചവടം ചെയ്യുവാൻ വേണ്ടി തീരുമാനമെടുത്തു. കേരളത്തിന്റെ ഇന്ത്യൻ ഐലൻഡിന്റെ സ്ഥിതിയല്ല. യൂണിയൻ ഏരിയ പ്രസിഡന്റ് AM സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി K സുരേഷ് കുമാർ സംഘടനാ റിപ്പോർട്ടും K നാരായണൻകുട്ടി പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് S കൃഷ്ണദാസ്, ഡിവിഷൻ സെക്രട്ടറി K ഭാസ്കരൻ, KCEU സംസ്ഥാന വൈസ് പ്രസിഡന്റ് M ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഭാരവാഹികളായി പ്രസിഡന്റ് വിനോദ് മേനോൻ, സെക്രട്ടറി KP നൌഷാദ് അലി, ട്രഷറർ സജിത്ത് എന്നിവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മലപ്പുറം സ്വദേശി ട്രെയിനിൽ മറന്നുവെച്ച ബാഗ് സുരക്ഷിതമായി എടുത്തു നൽകി ഷൊർണൂർ റെയിൽവേ പോലീസ്. ബാഗ് മറന്നുവെച്ച് ഏറനാട് എക്സ്പ്രസിലെ ജനറൽ കോച്ചിൽ സഞ്ചരിച്ചിരുന്ന യാത്രക്കാരൻ കുറ്റിപ്പുറത്ത് ഇറങ്ങിയിരുന്നു. ഏറനാട് എക്സ്പ്രസിലെ ജനറൽ കോച്ചിലാണ് ബാഗിൽ 12 പവൻ സ്വർണ്ണാഭരണം കണ്ടെത്തിയത്. കോഴിക്കോട് നിന്ന് യാത്ര ചെയ്ത് കുറ്റിപ്പുറത്ത് ഇറങ്ങിയയാളുടെ ബാഗാണ് സ്റ്റോപ്പ് വിട്ട ആളില്ലാതെ 30 കിലോമീറ്ററോളം സഞ്ചരിച്ച് ഷൊർണൂരിലെത്തിയത്. വിവരമറിഞ്ഞയുടൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ ഉണർന്ന് പ്രവർത്തിച്ചു. ബോഗിയിൽ നടത്തിയ പരിശോധനയിൽ ബാഗ് കണ്ടെത്തി. മലപ്പുറം ഏലംകുളം സ്വദേശി മുഹമ്മദ് ആരിഫുദ്ദീൻ്റേതാണ് ബാഗ്. ഭാര്യയുടെ 12 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് ബാഗിലുണ്ടായിരുന്നത്. റെയിൽവേ പോലീസ് ASIമാരായ ജനിൽ P ജോസഫ്, മുഹമ്മദ് ലത്തീഫ്, ശ്യാം എന്നിവർ ബാഗ് കണ്ടെത്തി ഉടമസ്ഥന് കൈമാറി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കോട്ടായിയിൽ പൂക്കാസ കലാസാംസ്കാരിക സംഘത്തിന്റെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. അടിയന്തരാവസ്ഥയുടെ അടയാളപ്പെടുത്തലുകൾ സാഹിത്യത്തിൽ എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ. അദ്ദേഹം ചരിത്രത്തെക്കുറിച്ച് പറയുന്ന ഒരു പ്രത്യേക നിരീക്ഷണമുണ്ട്. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ കൃതി thesis on history, philosophical thesis on history എന്ന് പറയുന്ന അദ്ദേഹത്തിന് വളരെ പ്രസിദ്ധമായ ഒരു ചെറിയ കൃതി, ചെറു പ്രബന്ധമാണ്. അതിനകത്ത് അദ്ദേഹം ചരിത്രം എന്ന് പറയുമ്പോൾ ചരിത്രം ഭൂതകാലത്തിലെ വസ്തുതകൾ ജപമാലയിലെ പോലെ കാണാതെ വയ്ക്കുന്ന ഒരു കാര്യത്തിന്റെ പേരല്ല ചരിത്രമെന്നും, മറിച്ച് ദുരധികാരത്തിന്റെ സമയത്ത് പ്രതിരോധത്തിന് വേണ്ടിയിട്ട് നാം എത്തിപ്പിടിക്കുന്ന ഒരു വെളിച്ചമാണ് ചരിത്രം എന്നുള്ള ഒരു വിശദീകരണം അദ്ദേഹം നൽകുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കാലത്തിന്റെ ദുരധികാരപരമായ സ്വേച്ഛാപരമായ രാഷ്ട്രീയ ഘടനയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും ചരിത്രത്തിലേക്ക് തിരിച്ചു പോകുന്നത്. അല്ലാതെ പൂക്കാസ കോട്ടായി മേഖലാ പ്രസിഡന്റ് ഡോക്ടർ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. വനിതാ സാഹിതി ജില്ലാ പ്രസിഡന്റ് ലളിത മധു, പൂക്കാസ മേഖലാ പ്രസിഡന്റ് PC വിനോദൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. പൂക്കാസ കോട്ടായി മേഖലാ സെക്രട്ടറി അഡ്വക്കേറ്റ് N രാജേഷ് സ്വാഗതവും മേഖലാ കമ്മിറ്റി അംഗം PV കൃഷ്ണൻകുട്ടി നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ യുവഗായകനായ അജയ് കൃഷ്ണയെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ട്രെയിനിൽ നിന്ന് സ്വർണ്ണാഭരണവും മൊബൈൽ ഫോണും കവർന്ന പ്രതി ഷൊർണൂർ റെയിൽവേ പോലീസിന്റെ പിടിയിൽ. ഇക്കഴിഞ്ഞ ജൂലൈ 31 മുരുടേശ്വർ കാച്ചിഗൌഡ് തീവണ്ടിയിൽ മോഷണം നടത്തിയ തിരൂരങ്ങാടി സ്വദേശി K സക്കീറാണ് പിടിയിലായത്. ആലപ്പുഴ സ്വദേശിയുടെ ബാഗാണ് മോഷണം പോയത്. നിരവധി കേസിലെ പ്രതിയായ മലപ്പുറം തിരൂരങ്ങാടി സ്വദേശി 28 വയസ്സുള്ള K സക്കീറാണ് അറസ്റ്റിലായത്. 1 പവന്റെ സ്വർണ്ണാഭരണം, വെള്ളിമോതിരം, മൊബൈൽ ഫോൺ എന്നിവ കണ്ടെടുത്തു. ഷൊർണൂർ റെയിൽവേ പോലീസ് SI അനിൽ മാത്യു, ASI ഗോകുൽദാസ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുഗീർഥകുമാർ, MG അബ്ദുൾ മജീദ്, ശശി നാരായണൻ, സുരേഷ് TC എന്നിവരാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒറ്റയ്ക്ക് താമസിക്കുന്ന നിർധനയായ വയോധികയ്ക്ക് തണലായി ജീവകാരുണ്യ പ്രവർത്തകർ. മണ്ണൂർ കമ്പനിപ്പടി നടുപീടികയിൽ പാത്തുമുത്തിനാണ് കിടക്കാനുള്ള കട്ടിലും ബെഡും വീട് അടച്ചുറപ്പിനാവശ്യമായ വാതിലുകളും ഒരുക്കിയത്. ഒറ്റയ്ക്ക് താമസിക്കുന്ന ഇവരുടെ ദുരിതകഥ കണ്ടാണ് NCP ജില്ലാ സെക്രട്ടറിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ SJN നജീബ്, പ്രവാസിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ കുന്നത്തുപറമ്പ് അശോകൻ എന്നിവർ ചേർന്ന് ഇവർക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചു നൽകിയത്. ഇവർ അടച്ചുറപ്പില്ലാത്ത വീട്ടിലായിരുന്നു കാലങ്ങളായി താമസം. വീട് ചുറ്റും കാടുമൂടിയ അവസ്ഥയിലാണ്. കട്ടിലില്ലാത്തതിനാൽ മൺതറയിലാണ് ഇവരുടെ കിടത്തം. റിട്ടയർഡ് SI P പ്രമോദ് കട്ടിലും ബെഡും വാതിലും കൈമാറി. നമ്മുടെ
മെമ്പറുടെ ഓണറേറിയം കൊണ്ട് പല പല വികസന പ്രവർത്തനങ്ങളും ഈ വാർഡിൽ ചെയ്യാറുണ്ട്. അതുപോലെ ഫാത്തിമത്താത്തയ്ക്ക് ഒരു നല്ല ഉദാര മനസ്സ് എന്ന് പറഞ്ഞാൽ ഉദാര മനസ്സ് തന്നെയാണ്. ഇത്രയും നല്ല മനസ്സുള്ളൊരു വ്യക്തി NCP ഉണ്ടാവില്ലെന്ന് പറയാം കേരളത്തിൽ. അത്രയും റസാഖ് മൗലവിക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം വളരെ നല്ല മനസ്സോട് കൂടിയിട്ട് ആ ഫാത്തിമത്താത്തയ്ക്ക് കട്ട് കൊടുക്കണം, ബെഡ് കൊടുക്കണം എന്ന് പറഞ്ഞ് 2-3 ആഴ്ചയെ പറയുന്നതാണ്. അപ്പോൾ എന്നോട് 2-3 ആഴ്ച മുമ്പേ പറഞ്ഞു നമുക്ക് ഇങ്ങനെ പോകണം, നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ഒരു ദിവസം ലീവാക്കണം പോകും. ശരിയെന്ന് പറഞ്ഞാണ്. അപ്പോൾ ഞായറാഴ്ചനാക്കി വളരെ സന്തോഷമായി. അപ്പോൾ ഫാത്തിമത്താത്തയ്ക്ക് ഇനിയും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനും. വാർഡംഗം ഷെഫീന നജീബ് അധ്യക്ഷത വഹിച്ചു. SJ നജീബ്, മുൻ പഞ്ചായത്ത് ഉപാധ്യക്ഷയും കുന്നത്ത് പ്രവാസി അശോകന്റെ സഹോദരിയുമായ ശാന്തകുമാരി, V ഹരിദാസൻ, K മനോജ്, L ഗണേശൻ, P വിനോദ്, NS ഹംസ, NS സിദ്ദീഖ്, ശ്രീകല, സ്വപ്ന, നിയാസ്, നിയാബ്, ഉവൈസ്, ജിനു എന്നിവരും പങ്കെടുത്തു. വീട്ടുമുറ്റത്തെ കാടും പരിസരവും ശുചീകരിച്ച് നൽകുമെന്നും SJ നജീബ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. ഈ വർഷത്തെ ലോകമാന്യ തിലക് സംസ്കൃത പുരസ്കാരം ഷൊർണൂർ പരുത്തിപ്ര സ്വദേശി പ്രൊഫസർ CM നീലകണ്ഠന്. സംസ്കൃത ദിനാചരണത്തോടനുബന്ധിച്ച് പൂനെയിലെ തിലക് മഹാരാഷ്ട്ര സർവകലാശാല ഏർപ്പെടുത്തിയതാണ് അവാർഡ്. പുരസ്കാരം തേടിയെത്തിയതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് പ്രൊഫസർ CM നീലകണ്ഠൻ പറഞ്ഞു. സംസ്കൃത ദിനാചരണത്തോടനുബന്ധിച്ച് പൂനെയിലെ തിലക് മഹാരാഷ്ട്ര സർവകലാശാല വർഷം തോറും നൽകിവരുന്ന പുരസ്കാരത്തിനാണ് ഷൊർണൂർ പരുത്തിപ്പുറ ചേത്തലമന ശരണ്യയിൽ ഡോക്ടർ CM നീലകണ്ഠൻ അർഹനായത്. സാംസ്കാരിക പ്രവർത്തനവും കാലടി സംസ്കൃത സർവകലാശാല റിട്ടയർഡ് പ്രൊഫസറുമാണ് ഡോക്ടർ CM നീലകണ്ഠൻ. 25,000 രൂപയാണ് പുരസ്കാര തുക. സംസ്കൃത ദിനമായ 8-ന് പൂനെയിലെ തിലക് മഹാരാഷ്ട്ര സർവകലാശാലയിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. പുരസ്കാരം തേടിയതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് പ്രൊഫസർ CM നീലകണ്ഠൻ STVയോട് പറഞ്ഞു. എല്ലാ വർഷവും സംസ്കൃത ദിനത്തോടനുബന്ധിച്ച് ലോകമാന്യ തിലക് സംസ്കൃത പുരസ്കാരം കൊടുത്തു വരുന്നുണ്ട്. അത് സംസ്കൃത ദിനം ഈ വർഷം ആഗസ്റ്റ് 8-ാം തീയതി ആണ്. ഈ സംസ്കൃത ദിനത്തിന് ഉള്ള സംസ്കൃത പണ്ഡിതനുള്ള പുരസ്കാരം അവർ അന്താരാഷ്ട്ര തലത്തിൽ അല്ലെങ്കിൽ നാഷണൽ ലെവലിൽ കൊടുക്കുന്നതാണ്. അതിന് ഈ വർഷത്തെ സംസ്കൃത ദിനത്തിൽ കൊടുക്കുന്ന സംസ്കൃത പണ്ഡിതനുള്ള പുരസ്കാരത്തിന് യൂണിവേഴ്സിറ്റി എന്നെ തിരഞ്ഞെടുത്തു എന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഒട്ടേറെ ഗവേഷണ ഗ്രന്ഥങ്ങളും ലേഖനങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഡോക്ടർ നീലകണ്ഠൻ സാംസ്കാരിക സാഹിത്യ ഗവേഷണ രംഗത്ത് സജീവ സാന്നിധ്യമാണ്. ഇതിനകം മറ്റു നിരവധി അവാർഡുകളും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ന്യൂസ് സെന്റർ ഷൊർണൂർ. കേരള ക്ഷേത്ര വാദ്യകലാ അക്കാദമി ചെറുതുരുത്തി മേഖലാ സമ്മേളനം ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ നടന്നു. കേളിയോടുകൂടി തുടങ്ങിയ പരിപാടി പ്രശസ്ത എഴുത്തുകാരി സുജാത വാര്യർ ഉദ്ഘാടനം ചെയ്തു. മുന്നോട്ട് പോകാൻ അതിൽ ഉയരാൻ അല്ലെങ്കിൽ തിളങ്ങാൻ ഇവരാരും തയ്യാറാവുന്നില്ല എന്നൊരു ഭയങ്കരമായ സങ്കടം രാമനാശാനുണ്ടായിരുന്നു. അവരുടെ മാർഗങ്ങൾ തെളിയിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ. സ്വയം അവർ തന്നെ അതിൽ നിന്ന് ഉയരണ്ടേ. അപ്പൊ ആ ഒരു സങ്കടം രാമനാശൻ ഉണ്ടായെന്ന് ഞാൻ പറയാണ്. അതുപോലെ ആവാതെ ഇനിയും വരും തലമുറ ഏത് കലയാണോ നമ്മൾ സ്വായത്തമാക്കിയത് ആ കലയിൽ തിളങ്ങാൻ ശ്രമിക്കുക. മേഖലാ പ്രസിഡന്റ് പുലാക്കോട് മാധവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സമിതി ട്രഷറർ കീഴൂട്ട് നന്ദനൻ, സംസ്ഥാന സമിതി അംഗം കിള്ളിമംഗലം പ്രിയേഷ്, തൃശൂർ ജില്ലാ പ്രസിഡന്റ് പാറമേക്കാവ് ജയശങ്കർ, ജില്ലാ സെക്രട്ടറി ഹരിശങ്കർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി പയങ്കുളം C ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. മേഖലാ സെക്രട്ടറി പയങ്കുളം രതീഷ് സ്വാഗതവും കിള്ളിമംഗലം അർജുൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ അംഗീകാരങ്ങൾ നേടിയവരെയും മുതിർന്ന കലാകാരന്മാരെയും ചടങ്ങിൽ മൊമെന്റോ നൽകി ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. അരനൂറ്റാണ്ടിലേറെയായി യാത്രാ ദുരിതം പേറിയിരുന്ന 15 കുടുംബങ്ങൾക്ക് CPIM പ്രവർത്തകരുടെ ശ്രമദാനത്തിൽ റോഡായി. മങ്കര ഗ്രാമപഞ്ചായത്തിലെ പൂലോടി ഇരുപ്പച്ചോട് പ്രദേശത്തെ 15 കുടുംബങ്ങൾ റോഡില്ലാതെ ദുരിതം പേറുകയായിരുന്നു. പ്രദേശത്തെ 15 കുടുംബങ്ങൾക്ക് വഴിയില്ലാത്തതിനാൽ നൂറ്റാണ്ടായി ഇവർ ദുരിതം പേറിയിരുന്നു. നടവഴി മാത്രമായിരുന്നു ഏക ആശ്രയം. രോഗികളെ ചുമന്നുകൊണ്ടുവേണം ആശുപത്രിയിലെത്തിക്കാൻ. CPM പ്രവർത്തകർ ഇടപെട്ടതോടെയാണ് ഭൂവുടമകൾ സ്ഥലം വിട്ടു നൽകിയത്. തുടർന്നാണ് JCB ഉപയോഗിച്ച് ശ്രമദാനത്തിൽ റോഡ് വെട്ടിയത്. ഇതോടെ കാലങ്ങളായുള്ള പ്രദേശത്തുകാരുടെ റോഡെന്ന സ്വപ്നം പൂവണിഞ്ഞു. CPM നേതാക്കളായ MS ഹരിദാസ്, KK രാധാകൃഷ്ണൻ, SV ഹരിദാസ്, PK വിജയകുമാർ, PC വാസു, വിഷ്ണു നാരായണൻ, തുളസിദാസ്, KK ജനാർദ്ദനൻ, വിവേക്, പ്രഭു, രാധ, ജിത്തു,
അശ്വിൻ, വിബീഷ് എന്നിവർ നേതൃത്വം നൽകി. ആയിടുക്ക് വഴി ഈ 10-ാം വാർഡിലെ CPM പ്രവർത്തകരുടെ ശ്രമദാനത്തിൻ്റെ ഫലമായി വീതി കൂട്ടുകയും വരും ദിവസങ്ങളിൽ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിലേക്ക് വരുത്തി അത് റോഡാക്കുന്നതിനുള്ള ഒരു പ്രവർത്തനമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുൻകാലങ്ങളിൽ നമ്മൾ സഖാവ് KV വിജയസിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഏകദേശം 15 ലക്ഷം രൂപയോളം ഉപയോഗിച്ചിട്ടാണ് ഈ റോഡ് ഇരിപ്പുചോട്ടിലെത്തിച്ചത്. ബാക്കി ഒരു ഇടവഴിയായി കിടക്കുകയാണ്. അതിന്ന് വീതി കൂട്ടാനുള്ള പരിശ്രമവുമായി നാട്ടുകാർ മുന്നോട്ട് പോവുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കാടുമൂടിയ കല്ലൂർ മാങ്കുറിശ്ശി റോഡിന്റെ ഇരുവശവും കല്ലൂർ 1-ാം വാർഡ് കോൺഗ്രസ് പ്രവർത്തകർ ശ്രമദാനത്തിലൂടെ ശുചീകരിച്ചു. മങ്കര ഗ്രാമപഞ്ചായത്ത് അംഗം MV രമേശ്, പരിസ്ഥിതി പ്രവർത്തകൻ KK റഹ്മാൻ, AA മൂസക്കുട്ടി മാസ്റ്റർ, വാർഡ് പ്രസിഡന്റ് PK ഉണ്ണികൃഷ്ണൻ, നാസർ അരങ്ങാട്, VC പ്രഭാകരൻ, KE നാരായണൻകുട്ടി എന്നിവർ നേതൃത്വം നൽകി. കാരണം ഇത് രാത്രികാലങ്ങളിൽ ആളുകൾ നടക്കുമ്പോൾ പാമ്പ് അതുപോലെയുള്ള വന്യമൃഗ ശല്യങ്ങൾ കൊണ്ട് ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നു. ഒപ്പം വാഹനങ്ങൾക്ക് ഗതാഗതത്തിന് തടസ്സമായി നിൽക്കുന്ന റോഡരികിലെ പുല്ലുകളെല്ലാം വെട്ടിമാറ്റി ഗതാഗത യോഗ്യമാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ഒരു പരിപാടി ഇവിടെ നടത്തുന്നത്. അപ്പോൾ ഇത് രാവിലെ തന്നെ തുടങ്ങി ഇന്ന് നമ്മുടെ കല്ലൂർ ബസ് തിരിയുന്ന അതുവരയ്ക്ക് ഇന്ന് പൂർണ്ണമായിട്ട് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ദേശമംഗലം തലശ്ശേരി ഗ്രാമവാസികളുടെ ചിരകാല സ്വപ്നമായ വായനശാല കെട്ടിടം യാഥാർത്ഥ്യമാകുന്നു. K രാധാകൃഷ്ണൻ MP ചേലക്കര MLA ആയിരുന്നപ്പോൾ അനുവദിച്ച 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം നടക്കുന്നത്. കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ കർമ്മം K രാധാകൃഷ്ണൻ MP നിർവഹിച്ചു. വായനശാലകൾ, ഗ്രന്ഥശാലകൾ നമ്മുടെ സമൂഹത്തിൽ ചെയ്യേണ്ട കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. കുറച്ച് പുസ്തകം വായിക്കുക എന്ന് മാത്രമല്ല, വായിച്ചതുകൊണ്ട് മാത്രം എല്ലാവരും അറിവുള്ളവരായി മാറുന്നു എന്നുള്ള തെറ്റായ ധാരണ പലപ്പോഴും ഉണ്ടാകും. നല്ലപോലെ വായിച്ച് അറിവുള്ള ആളുകളാണ് കുഴപ്പമൊന്നും ഉണ്ടാക്കുന്നത്. സുഖമായിട്ടാണ്. UR പ്രദീപ് MLA അധ്യക്ഷത വഹിച്ചു. ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജയരാജ്, തലപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് C ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി KK ജയപ്രകാശ്, വായനശാല വൈസ് പ്രസിഡന്റ് അബ്ദുൾ അസീസ്, ജനപ്രതിനിധികളായ P സാബിറ, P ജുമൈലത്ത്, ദീപു പ്രസാദ്, PS ലക്ഷ്മണൻ, നസീറ സുധീർ, K ഇബ്രാഹിം, ശശിധരൻ, K വിപിൻദാസ്, മുസ്തഫ, ഹമീദ്, ധനേഷ്, അബ്ദുൾ റഷീദ് എന്നിവർ സംസാരിച്ചു. വായനശാല പ്രസിഡന്റ് വിനോദ് നമ്പ്യാർ സ്വാഗതവും സെക്രട്ടറി വിനീത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. 5 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന അന്തർദേശീയ കൂടിയാട്ട മഹോത്സവത്തിന് കലാമണ്ഡലം കൂത്തമ്പലത്തിൽ സമാപനം കുറിച്ചു. സമാപന സമ്മേളനം മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ CR പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കൂടിയാട്ടം വിഭാഗം 60-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി അന്തർദേശീയ കൂടിയാട്ട മഹോത്സവം കലാമണ്ഡലം കൂത്തമ്പലത്തിൽ ജൂലൈ 29-നാണ് തുടങ്ങിയത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാൻ പറ്റാത്ത ജീവിത പ്രവൃത്തിയാണ്. കലാരൂപങ്ങൾ യഥാർത്ഥത്തിൽ വലിയൊരു സഞ്ചാരം നടത്തുന്ന പ്രക്രിയ കൂടിയാണ്. നമ്മളെല്ലാം നിശബ്ദരായി മുമ്പിൽ നടക്കുന്ന കലാപ്രകടനത്തിൽ ശ്രദ്ധയോടെ ആകൃഷ്ടരായിരിക്കുമ്പോൾ ഒരിക്കലും നാം ഇരിപ്പിടത്തിൽ ഇരിക്കുന്നവരല്ല, നിരന്തരമായി ആ സന്ദർഭത്തിൽ ഈ കലയോടൊപ്പം, കല ആവിഷ്കരിക്കുന്ന ലോകത്തിനോടൊപ്പം, അനുഭവത്തിനോടൊപ്പം യാത്ര ചെയ്യുന്നവർ കൂടിയാണ്. സമാപന സമ്മേളനത്തിൽ കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ P രാജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. കലാമണ്ഡലം മുൻ വൈസ് ചാൻസലർ ഡോക്ടർ KG പൗലോസ് മുഖ്യപ്രഭാഷണം നടത്തി. കലാമണ്ഡലം ശിവൻ നമ്പൂതിരി, അരുൺ വാര്യർ തുടങ്ങിയവർ സംസാരിച്ചു. സജിത് വിജയൻ സ്വാഗതവും സംഗീത് ചാക്യാർ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ മഹാരാഷ്ട്രയിലെ ലോകമാന്യ തിലക് സംസ്കൃത പുരസ്കാരം നേടിയ സംസ്കൃത പണ്ഡിതൻ കലാമണ്ഡലം മുൻ അക്കാദമിക് കോർഡിനേറ്റർ ഡോക്ടർ CM നീലകണ്ഠനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. തുടർന്ന് കൂടിയാട്ടങ്ങൾ നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ കല്ലിപ്പാടം കവളപ്പാറ ഇരട്ടമ്പലം ശിവക്ഷേത്രത്തിൽ രാമായണ മാസാചരണ പരിപാടികൾ തുടരുന്നു. ഞായറാഴ്ച ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗുരുപൂജയും ആനയൂട്ടും നടന്നു. കല്ലിപ്പാടം ഇരട്ടമ്പലം ശിവക്ഷേത്രത്തിൽ രാമായണ പാരായണവും വിശേഷ പൂജകളുമായി രാമായണ മാസം ആചരിച്ചു വരികയാണ്. 31 ദിവസത്തെ രാമായണ പാരായണമുണ്ടാകും. ഇരട്ടമ്പലം ശിവക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ. രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം നടന്ന വിശേഷ പരിപാടികൾ ഭക്തിനിർഭരമായി. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഗജപൂജ, ആനയൂട്ട് എന്നിവയാണ് നടന്നത്. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കർക്കിടക മാസത്തിൽ കുളപ്പുള്ളി തൃപ്പുറ്റ ക്ഷേത്രത്തിൽ നടന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഗജപൂജ, ആനയൂട്ട് എന്നിവ ഭക്തിസാന്ദ്രമായി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കല്ലൂർ ദേവദാസ് നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
കർക്കിടക മാസത്തിൽ കുളപ്പുള്ളി തൃപ്പൂറ്റ ക്ഷേത്രത്തിൽ ഞായറാഴ്ച നടന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഗജപൂജ ആനയൂട്ട് ഭക്തി നിർഭരമായി. രാവിലെ പ്രത്യേകം തയ്യാറാക്കിയ ഹോമകുണ്ഡത്തിൽ നടത്തിയ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർന്ന് ഗജപൂജയും ആനയൂട്ടും നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കല്ലൂർ ദേവദാസ് നമ്പൂരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം നൽകി. വഴിപാട് നടത്തിയ ഭക്തജനങ്ങൾ ആനയൂട്ട് നിർവഹിച്ചു. നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്ര ദർശനത്തിനായി എത്തിയിരുന്നു. ട്രസ്റ്റി ബോർഡ് അംഗങ്ങൾ, എക്സിക്യൂട്ടീവ് ഓഫീസർ, ക്ഷേത്ര വികസന സമിതി ഭാരവാഹികൾ എന്നിവരും സന്നിധരായിരുന്നു. കർക്കിടക മാസം 1-ാം തീയതി മുതൽ നമ്മൾ കർക്കിടക മാസ പൂജ ആരംഭം തുടങ്ങുകയും 3-ാമത്തെ ഞായറാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും ഗജപൂജയും നടത്തുകയും ഉണ്ടായി. കമ്മിറ്റി, ക്ഷേത്ര വികസന സമിതി, ട്രസ്റ്റി ബോർഡ്, അതുപോലെ തന്നെ എല്ലാ ജനങ്ങളുടെയും എല്ലാ സഹകരണത്തോടെയും കൂടിയാണ് നടത്തുന്നത്. നല്ല ഭംഗിയായിട്ട് നടത്താൻ കഴിഞ്ഞു. അടുത്ത കൊല്ലവും കഴിഞ്ഞ കൊല്ലങ്ങളിൽ സഹകരിച്ച എല്ലാ ആളുകളും നമ്മോട് സഹകരിച്ചിരിക്കുന്നു. കർക്കിടക മാസത്തിലെ 3-ാമത്തെ ഞായറാഴ്ചയായിരുന്നു ക്ഷേത്രത്തിൽ ഗജപൂജയും ആനയൂട്ടും ഗണപതി ഹോമവും നടന്നത്. രാമായണ പാരായണവും നടക്കുന്നുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ ചുടുവാലത്തൂർ ശിവക്ഷേത്രത്തിൽ നടന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം സമാപിച്ചു. 27-ന് തുടങ്ങിയ യജ്ഞം ഞായറാഴ്ചയാണ് സമാപിച്ചത്. ബ്രഹ്മശ്രീ തെക്കേടം നാഗരാജൻ നമ്പൂതിരിയായിരുന്നു യജ്ഞാചാര്യൻ. ഷൊർണൂർ ചുടുവാലത്തൂർ മഹാദേവ ശിവക്ഷേത്രത്തിൽ ജൂലൈ 27-ന് തുടങ്ങിയ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് ഞായറാഴ്ച ഉച്ചയ്ക്ക് പരിസമാപ്തിയായി. സമാപന ദിനത്തിൽ സ്വർഗാരോഹണം, കൽക്കി അവതാരം, ബ്രഹ്മോപദേശം, കലികാലവർണ്ണനം, മാർക്കണ്ഡേയ ചരിതം തുടങ്ങിയവയിൽ പാരായണം നടന്നു. ബ്രഹ്മശ്രീ തെക്കേടം നാഗരാജൻ നമ്പൂതിരിയായിരുന്നു യജ്ഞാചാര്യൻ. എത്രയോ ഉപരിയായിട്ട് എന്തോ ഒന്നിനെ പറ്റി പറയണം, അല്ലെങ്കിൽ ഈ ലോകത്തില് കേമായിട്ടുള്ള എന്തിനെയോ പറ്റി പറയണം. വലിയൊരു അകലം അവിടെ. പിന്നെന്താണ്, പിന്നെ ആദി ഭൗതികം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയോ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ. അങ്ങനെ ഒരു അല്ലേ, അങ്ങനെ കേൾക്കും. സ്വയംവരം, കൃഷ്ണാവതാരം, കുചേലവൃത്തം, സന്താനഗോപാലം, അതുപോലെ മറ്റുള്ള ഓരോ കഥാഭാഗങ്ങൾക്കും നമ്മളിങ്ങനെ ഓരോരോ ഫലശ്രുതികളൊക്കെ ആയിട്ട് അങ്ങനെ ആ ഫലം കിട്ടും എന്നുള്ള നിലയ്ക്ക് എന്താ ഇത് കേട്ട് കഴിഞ്ഞാൽ ചില ഫലങ്ങളൊക്കെ കിട്ടും വിചാരിച്ച് ഒരു ശ്രദ്ധയൊക്കെ ഉണ്ട്. എന്നാലും എവിടെ എത്തിയിട്ടില്ല. ഇത് തന്നെ പറ്റിയാണ് പറയുന്നത് എന്ന് അല്ലേ, ഈ കഥയൊന്നുമല്ലോ. തന്നെ പറ്റി പറഞ്ഞാൽ നമ്മുടെ ജീവിതകഥയല്ല പറയുന്നത്. പിന്നെന്താണ്, നമ്മുടെ ഉള്ളിലുള്ള ആ പരമാത്മ സ്വരൂപിനെ പറ്റിയിട്ടാണ് പറയുന്നത് എന്ന് തിരിച്ചറിയാൻ. ഭാഗവത സംഗ്രഹം, ക്ഷേത്ര പ്രദക്ഷിണം, യജ്ഞസമർപ്പണം, മംഗളാരതി എന്നിവയോടുകൂടിയായിരുന്നു യജ്ഞസമാപനം. ബ്രഹ്മശ്രീ മങ്ങത്തായ പ്രശാന്ത് നമ്പൂതിരി, ഗിരിജ ഉണ്ണികൃഷ്ണൻ എന്നിവർ സഹ ആചാര്യന്മാരായിരുന്നു. നിരവധി ഭക്തജനങ്ങൾ യജ്ഞസമാപന ചടങ്ങിലും അന്നദാനത്തിലും പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. NSS ചെറുതുരുത്തി കരയോഗത്തിന്റെ നേതൃത്വത്തിൽ രാമായണ മാസത്തോടനുബന്ധിച്ച് സമ്പൂർണ്ണ രാമായണ പാരായണം നടന്നു. നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു. മംഗളം തന്നെയും മുന്നിട്ട് സംസ്കൃത മാതികർമ്മങ്ങളെ പുണ്യാഹ വൈദ്യന്തമാഹന്തജൈകനി രാമായണോ ആമോദപൂർവം ഒരുക്കി തുടങ്ങിന സൗമ്യമായുള്ളത് താനെയും പുത്രനോ ബ്രാഹ്മണരുമാത് മമാത് മാത്യ പ്രധാനന്മാരും പൗരജനങ്ങളുമായി ഭേദ്രോചിതം ഭേദി മൃഗാദി വാദ്യഘോഷത്തോടും ശാസ്ത്രോക്തമാർഗേണ കർമ്മം കഴിച്ചത് ജഗാമ രഘൂത്തമ സന്നിധോ മന്ത്രികളോടും പ്രണമ്യ പദാപൂജ. M. സേതുമാധവൻ, K. നാരായണൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു രാമായണ പാരായണം. വൈകിട്ട് 6 മണിക്ക് പൂജാതി കർമ്മങ്ങളുടെ പരിപാടികൾ അവസാനിപ്പിച്ചു. മറ്റു ഭാരവാഹികളായ സെക്രട്ടറി K. M. മുരളീധരൻ, G. രാജഗോപാൽ, K. V. സുഭദ്ര, P. T. സാവിത്രി, K. T. ബാബു, N. G. ഗിരീഷ് കുമാർ, T. മുകുന്ദൻ എന്നിവർ നേതൃത്വം നൽകി. കരയോഗം അംഗങ്ങളും വനിതാ സമാജം, ബാലസമാജം എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വാണിയംകുളം പുലാച്ചിത്ര കിള്ളിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നിറപ്പുത്തരി മഹോത്സവം നടന്നു. ഞായറാഴ്ച രാവിലെ 9 മുതലായിരുന്നു നിറപ്പുത്തരി. ക്ഷേത്രം മേൽശാന്തി ദീപേഷ് നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു.
ബാലഗോകുലം കുളപ്പുള്ളി മേഖല ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന് സ്വാഗത സംഘ രൂപീകരണ യോഗം ബാലഗോകുലം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബുരാജ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പ്രാർത്ഥനയോടെയാണ് യോഗം ആരംഭിച്ചത്. രവീന്ദ്രൻ കല്ലിപ്പാടം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബുരാജ് മാസ്റ്റർ കൃഷ്ണവിഗ്രഹത്തിൽ മാല ചാർത്തി യോഗം ഉദ്ഘാടനം ചെയ്തു. ചന്ദ്രൻ കല്ലിപ്പാടം സ്വാഗതം പറഞ്ഞു. ബാലഗോകുലത്തിൻ്റെ 50-ാം വാർഷികത്തിൽ നടക്കുന്ന ശ്രീകൃഷ്ണ ജയന്തിയുടെ സന്ദേശവാക്യം ഗ്രാമം തണലൊരുക്കട്ടെ, ബാല്യം സഫലമാകട്ടെ എന്നതാണ്. 2025 സെപ്റ്റംബർ 10 പതാക ദിനവും സെപ്റ്റംബർ 14 ശ്രീകൃഷ്ണ ജയന്തിയും ആഘോഷിക്കും. കുളപ്പുള്ളി മേഖലയിൽ നടക്കുന്ന ശോഭായാത്ര വർണ്ണോജ്വലമാക്കാൻ യോഗം തീരുമാനിച്ചു. ആഘോഷ പ്രമുഖായി സുരേഷ് ബാബു കണയം, സഹ ആഘോഷ പ്രമുഖ് KT രവിദാസ്, A ഷനു, A ഗോപകുമാർ കല്ലിപ്പാടം, രക്ഷാധികാരികളായി പരമേശ്വരൻ മാസ്റ്റർ, രുക്മിണി ടീച്ചർ, അഡ്വക്കേറ്റ് അജിത് ശ്രീധരൻ, ഉണ്ണി മേനോൻ, പ്രസിഡന്റ് ഉണ്ണി കുളപ്പുള്ളി, വൈസ് പ്രസിഡന്റ് സത്യനാരായണൻ കണയം, സെക്രട്ടറി വിപിൻ നാഥ്, മറ്റു ഭാരവാഹികളായി മനോജ് ആറാണി, കൃഷ്ണദാസ് കണയം, രാജീവ് മെറ്റൽ നഗർ, രവീന്ദ്രൻ കല്ലിപ്പാടം തുടങ്ങിയവരെ യോഗം തിരഞ്ഞെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മാറ്റുലി വിദ്യാഭ്യാസ രംഗത്തടക്കം കേരളം നേടിയ പുരോഗതികളെ ഇല്ലാതാക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്ന് ഇടതു നേതാക്കൾ ആവർത്തിച്ച് ആരോപിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ വീഴ്ചകൾ മറച്ചുവെക്കാനാണ് ഈ ആരോപണമെന്ന് നിരീക്ഷിക്കുന്നവരുമുണ്ട്. നിങ്ങൾ എന്തു കരുതുന്നു? മാറ്റുലിയിലേക്ക്. ആ വിഷയത്തെ അങ്ങനെ ലഘൂകരിച്ച് കാണല്ല വേണ്ടത്. നിങ്ങൾ നോക്കിയിട്ടുണ്ട്, നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില പദ്ധതികൾ എന്നല്ല, ചില മുതലാളിത്ത താല്പര്യ സ്വകാര്യവൽക്കരണത്തിന് ആക്കം കൂട്ടുന്ന പല പദ്ധതികളും NEP-യിലുണ്ട്. ആ പദ്ധതികൾ അതേപടി കേരള സംസ്ഥാനത്തിൽ നടപ്പിലാക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ആ ഒരു പദ്ധതി, ആ ഒരു കരാറുമായി ബന്ധപ്പെട്ട് 2022 മറ്റോ ഒപ്പുവെച്ച 6 സംസ്ഥാനങ്ങളിലൊന്നും കേരളമാണ്. അതിൻ്റെ ഒരു പൈലറ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലും കൂടിയാണത്. അപ്പോൾ അവരുടെ എല്ലാ പദ്ധതികളും ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ കേന്ദ്രത്തിൻ്റെ NEP-യുടെ എല്ലാ പരിപാടികളും കേരളത്തിൽ നടപ്പിലാക്കുന്നുണ്ട്. പക്ഷെ കേരളം അതിൽ നിന്ന് എടുത്തൊരു നിലപാടല്ല അത്. സത്യത്തിൽ അത് അവർ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിലെ വർഗീയ താല്പര്യങ്ങൾ അല്ലെങ്കിൽ ഹിന്ദുത്വ അജണ്ട എന്നും പറഞ്ഞ BJP സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഹിന്ദുത്വവാദികളുടെ ഹിന്ദുത്വ അജണ്ട എന്നും പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ മാത്രം എടുത്തു കാണിച്ചുകൊണ്ട്, കാരണം ജനങ്ങളിലേക്ക് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു വിഷയമാണ്, അതാണല്ലോ. അതിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ആ കാര്യങ്ങൾ മാത്രമാണ് കേരളത്തിലെ സർക്കാർ അവർക്കെതിരായിട്ട് സംസാരിക്കുന്നുള്ളൂ. മറ്റതിൻ്റെ വിദ്യാഭ്യാസ നയങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സാമൂഹ്യനീതി വരുത്താത്ത ഒരുപാട് വിഷയങ്ങൾ അതിലുണ്ട്, NEP-യിലുണ്ട്. അത്തരം വിഷയങ്ങളൊക്കെ ഇവിടെ നടപ്പിലാക്കുന്നുണ്ട്. അതിനൊന്നും ഇവർക്ക് യാതൊരു വിയോജിപ്പുമില്ല, യാതൊന്നുമില്ല. കേന്ദ്രം വിദ്യാഭ്യാസത്തെ അടക്കം വർഗീയവൽക്കരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചു പോരുന്നത്. കേരളം നേടിയ വിദ്യാഭ്യാസ പുരോഗതിയെ അടക്കം നശിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാർ ആലോചിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. കേരളത്തിലെ വിദ്യാഭ്യാസ നയത്തിലെ കാലോചിതമായ മാറ്റം അനിവാര്യമാണ്. അതുകൊണ്ട് മാത്രമാണ്, മാറ്റം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മുടെ നാട്ടിലുള്ള പല കുട്ടികളും ഇതര സംസ്ഥാനങ്ങളിലും അതുപോലെ വിദേശത്തും മറ്റും പോയി വിദ്യാഭ്യാസം നേടേണ്ട അവസ്ഥ വരുന്നത്. ഈ ഒരു പഴിചാരൽ കൊണ്ട്, കേരളം നേടിയ പുരോഗതിയെ കേന്ദ്രം തകർക്കുന്നു എന്ന പഴിചാരൽ കൊണ്ട് മാത്രം ഇത് പ്രായോഗികമല്ല. വിദ്യാഭ്യാസ നയത്തിൽ മാറ്റം വരണം. അതുമാത്രമല്ല, കേന്ദ്രത്തിൻ്റെ ഈ ഒരു വിഷയം കാരണം കേരളത്തിലെ മൊത്തം കാര്യങ്ങളും മറച്ചു വയ്ക്കുന്നൊരു നിലപാട് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ഗവൺമെൻറ് സ്വീകരിച്ചു പോകുന്നതും തെറ്റാണ്. മാറ്റുലി. പ്രധാന വാർത്തകൾ വീണ്ടും. പരമ്പരാഗത വ്യവസായങ്ങൾ സർക്കാർ സംരക്ഷിക്കുമെന്ന് മന്ത്രി MB രാജേഷ്. പാലക്കാട്ട് ഖാദി ഓണം മേളയ്ക്ക് തുടക്കം. ഖാദി വസ്ത്രങ്ങൾക്ക് 30% വരെ കിഴിവും സമ്മാനങ്ങളും. തൃശൂർ നഗരത്തെ ലഹരി മുക്തമാക്കാൻ നിശ്ചയദാർഢ്യത്തോടെ എക്സൈസ്. ശക്തമായ നടപടികളുമായി റേഞ്ച് എക്സൈസ് ഓഫീസ്. ദിവാൻജി മൂലയിൽ നിന്ന് പിടിച്ചെടുത്തത് ചാക്കുകണക്കിന് നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ. വിൽപ്പനക്കാരനും പിടിയിൽ.
കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ നടന്നത് വ്യാപക ലഹരിവേട്ട. ട്രെയിനിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങളും മൊബൈൽ ഫോണും കവർന്ന പ്രതി ഷൊർണൂർ റെയിൽവേ പോലീസിന്റെ പിടിയിൽ. പൈങ്കുളം റെയിൽവേ മേൽപ്പാലത്തിന് പച്ചക്കൊടി. ഭൂമി ഏറ്റെടുക്കൽ നടപടിക്കായി 13,32,00,000 രൂപ അനുവദിച്ചതായി കെ രാധാകൃഷ്ണൻ MP. 423 മീറ്റർ നീളമുള്ള ROBയുടെ നിർമ്മാണ ചുമതല കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്. ക്രൈസ്തവ സമൂഹത്തിന്റെ സേവനങ്ങൾ ഏറെ ശ്ലാഘനീയമെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനകൾ അതുല്യം. കോട്ടായിയിൽ CPIM കുടുംബസംഗമം. ഷെയർ മാർക്കറ്റ് തട്ടിപ്പ് കേസിലെ പ്രതി ചെറുതുരുത്തി പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് പൈങ്കുളം ആലുംകുന്ന് മണിക്കത്തൊടി വീട്ടിൽ റജിൽ. ഷെയർ മാർക്കറ്റിന്റെ പേരിൽ പ്രതി 1 കോടി രൂപയോളം തട്ടിയെടുത്തിട്ടുണ്ടെന്ന് പോലീസ്. സഹകരണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര നയങ്ങൾ പിൻവലിക്കണമെന്ന് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU. ഒറ്റപ്പാലത്ത് യൂണിയൻ ഏരിയ സമ്മേളനം. കേന്ദ്ര നയങ്ങൾക്കെതിരെ പോരാടാൻ ആഹ്വാനം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.